ألزمت أفكاري مدائحه وجدته لخلاصي خير ملتزم ولن يفوت الغنى منه يدا تربت إن الحيا ينبت الأزهار في اللكم ولم أرد زهرة الدنيا التي اقتطفت يدا زهير بما أثنى على أرمي يا أكرم الخلق ما لي من نلوذ به سواك عند حلول الحادث العميم ولن يضيق رسول الله جاهك بي إذا الكريم تحلى باسم منتقم فإن من جودك الدنيا وضرتها ومن علومك علم اللوح والقلم يا نفس لا تقنطي من زلة عظمت إن الكبائر في الغفران كاللمم لعل رحمة ربي حين يقسمها تأتي على حسب الصيان في القسم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ സാദാത്തുക്കൾ, ബഹുമാന്യരായ ഉലമാക്കൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, വളരെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ള ഒരു സമുദായം എന്ന നിലയിൽ ഇസ്ലാമിക സമൂഹം അവരുടെ എല്ലാ നിമിഷങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും ഗൗരവത്തോടെ ചിന്തിക്കുകയും കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ, കഴിഞ്ഞ വർഷങ്ങളെക്കാൾ കൂടുതൽ നന്മ ഭാവിയിൽ രൂപപ്പെടുത്തണം എന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്യണം. ഇസ്ലാമിക സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത അതാണ്. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ അവലോകനത്തിന് നിരവധി സന്ദർഭങ്ങൾ നൽകാറുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഇടയ്ക്കിടെ ബൈഅത്തുകൾ നടക്കാറുണ്ട്. സുഹൈബുർ റൂമി വളരെ കാലം ജീവിച്ച വലിയൊരു പണ്ഡിതൻ, സ്വഹാബിയാണ്. അദ്ദേഹത്തോടൊരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ പേര് കേട്ടാൽ റോമക്കാരനാണെന്ന് തോന്നും, നിങ്ങളാണെങ്കിലോ എപ്പോഴും മക്കയിലും മദീനയിലും അറബികളായ ഞങ്ങളോടൊപ്പം തന്നെയാണ്. സുഹൈബ് അർ റൂമി എന്നാണ് അദ്ദേഹത്തിന്റെ പേർ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണം ആസന്നമാകുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു ഏൽപ്പിക്കുകയും ചെയ്തു, ഞാൻ വഫാത്തായാൽ എന്റെ ജനാസ നിസ്കാരത്തിന് നിങ്ങൾ വരണം എന്ന്. അത്ര മഹത്വമുള്ള സുഹൈബ് റളിയല്ലാഹു അൻഹു നിരവധി സമരങ്ങളിൽ, നിരവധി യാത്രകളിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കെടുത്ത ആളാണ്. സുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, നിരവധി തവണ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബൈഅത്ത് ചെയ്തിട്ടുള്ള വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഒരു തവണ മാത്രമല്ല, പലതവണ. നമ്മൾ ബഹുമാനിക്കുന്ന, നമ്മൾ ആദരിക്കുന്ന, നാം സ്നേഹിക്കുന്ന, നാം നന്മ കാണുന്ന പൊതുസമ്മതരായ പണ്ഡിതന്മാരുടെയും മുഅ്മിനീങ്ങളുടെയും ഇടയിൽ അറിയപ്പെടുന്ന നല്ല ഗുണങ്ങളും പാണ്ഡിത്യവും തഖ്വയുമുള്ള ആളുകളെ കാണുകയും അവരെ കൈപിടിച്ച് അവരുമായി പ്രതിജ്ഞ പുതുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുക എന്നത് ഇസ്ലാമിക സമൂഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ബാധ്യതയാണ്. അത് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം സന്ദർഭങ്ങളിൽ സ്വഹാബിമാർക്ക് പലപ്പോഴും നൽകാറുണ്ടായിരുന്നു. അതൊരു തവണ ഒന്ന് കൈപിടിച്ചാൽ ഒരു കുളിർമയാണ്.
ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഉഖുവത്തിന്റെ ബാബിൽ ആ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. ഉഖുവത്ത്, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായി സാഹോദര്യ ബന്ധം സ്ഥാപിക്കേണ്ടത് എങ്ങനെയാണ്? ആ സാഹോദര്യ ബന്ധം സ്ഥാപിക്കുന്നതിന് ആദ്യമായി വേണ്ടത് വ്യക്തിയെ ചെന്ന് കാണലാണ്, സലാം പറയലാണ്, കൈ പിടിക്കലാണ്, പേര് അറിയലാണ്, നാട് അന്വേഷിക്കലാണ്. ഇത്രയും കാര്യങ്ങൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായി ചെയ്താൽ അത് ഉഖുവത്തിന്റെ തുടക്കമായി മാറുമെന്നും, ആ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇനി മുന്നോട്ട് കുറെ ബാധ്യതകൾ ചെയ്യാനുണ്ട് അവർക്ക്. നമ്മൾ ഒരു സമുദായമാണ്, ഒരു സമൂഹമാണ് എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ പലതും നേതാക്കളും അനുയായികളും തമ്മിൽ നടക്കാതെ പോകുന്നത് കൊണ്ട് ആ നേതാവിന്റെ പേര് നമ്മളിങ്ങനെ പറയാറുണ്ട്, ആ ഉസ്താദിന്റെ പേര് പറയാറുണ്ട്, ആ ഉസ്താദാവട്ടെ ചിലപ്പോഴൊക്കെ ആ ശിഷ്യന്റെ പേരും പറയാറുണ്ട് എന്നതിൽ കവിഞ്ഞ് വലിയ ബന്ധങ്ങളൊന്നും, വലിയ ബാധ്യതകളോ ഉത്തരവാദിത്തങ്ങളോ ഈ നേതാവും സമൂഹവും തമ്മിൽ പലപ്പോഴും നടന്നു കാണാറില്ല. അതുണ്ടാകുമ്പോൾ മാത്രമേ ഒരു സമൂഹത്തിന് വ്യക്തമായ ഒരു നേതൃത്വം ഉണ്ടാവുകയുള്ളൂ. ഒരു ഇടയനോട് കൂടിയുള്ള ആട്ടിൻപറ്റത്തിന് എപ്പോഴും സുരക്ഷിതത്വമുണ്ടാകും. ആ ഇടയനില്ല എങ്കിൽ ആ ആട്ടിൻപറ്റം ഇങ്ങനെ നടന്നു പോകും, കാണുന്ന ചെടികളെല്ലാം കടിക്കും, കടിച്ചതിനെ തുടർന്ന് ഒരുപക്ഷെ ആ ആട് എവിടെയെങ്കിലും തളർന്ന് വീഴും, ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെടും. ഇത് സംഭവിക്കാതിരിക്കാൻ എന്റെ അനുയായികൾ, എന്റെ ആട്ടിൻപറ്റം പറ്റാത്ത ഇലകൾ ഒരിക്കലും തിന്നുകൂടാ എന്ന് വിചാരിച്ച് അവരെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതൃത്വം, ആ നേതൃത്വത്തെ എപ്പോഴും പിന്തുടരുന്ന ശിഷ്യന്മാർ, ഇതാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ശരിയായ രൂപം. റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ രൂപത്തിലുള്ള ഒരു സമൂഹമായി നമ്മെ മരണം വരെ നിലനിർത്തി തരട്ടെ. നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ചു നോക്കൂ. അവസാനമായി അസ്സലാമു അലൈക്കും എന്നൊരു സലാമാണ്. അത് ഇമാം വലതുഭാഗത്തേക്ക് സലാം വീട്ടിയാൽ, ഇടതുഭാഗത്തേക്ക് സലാം പറഞ്ഞാൽ പിന്നിലുള്ള മഅ്മൂമുകളെ ആ സലാം പറയുന്ന സമയത്ത് ഇമാം ഒന്ന് വീക്ഷിക്കാനുള്ള ഒരു സന്ദർഭമാണ്. അങ്ങനെ പ്രത്യേകം അവരെ കാണൽ സുന്നത്തില്ല. ഹത്താ യുറാ ഹദ്ദുഹു, ഇമാമിന്റെ വലത്തെ കവിൾ പിന്നിലുള്ളവർ നോക്കിയാൽ കാണാവുന്ന അവസ്ഥയിൽ തിരിഞ്ഞാൽ മതി. ഇടതുഭാഗത്തേക്ക് തിരിയുമ്പോൾ ഇമാമിന്റെ ഇടതുഭാഗത്തുള്ള കവിൾത്തടം പിന്നിലുള്ള ആളുകൾക്ക് കാണാൻ സൗകര്യമുണ്ടായാൽ മതി. കാണലും നോക്കലും പ്രത്യേകമായി അവിടെ സുന്നത്തില്ല. എങ്കിലും ബാങ്ക് വിളിക്കുന്ന ആൾ ബാങ്ക് വിളിക്കുമ്പോൾ അത് കേൾക്കൽ സുന്നത്താണ്. ബാങ്ക് വിളിക്കുന്ന ആളിലേക്ക് നോക്കലും സുന്നത്തായതുപോലെ ഇമാമിനോട് അടുത്ത് സ്ഥാനം പിടിക്കലും ഇമാമിലേക്ക് നോക്കലും സുന്നത്തുണ്ട്. ആ സുന്നത്തുകളൊക്കെ നമ്മൾ പരമാവധി പാലിക്കുക. അല്ലാഹു തആല അതിനെല്ലാമുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. അപ്പൊ സലാം വീട്ടിയാൽ വലതുഭാഗത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചിലപ്പോൾ നോക്കും. നോക്കിയിട്ട് ഒരാളെ, സാധാരണ പങ്കെടുക്കുന്ന ഒരു അനുയായിയെ ആ പിൻഭാഗത്ത് കാണാതെ പോയാൽ ഉടനെ അന്വേഷണമാണ്, ചോദിക്കും. അത് അവിടെ ഉള്ള സ്വഹാബിമാരോട് ചോദിക്കും, ഇന്ന ആൾ എവിടെ പോയി, ഇന്നലെ ഉണ്ടായിരുന്നല്ലോ, ഇന്ന് വന്നില്ലല്ലോ. ആ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചാൽ, അദ്ദേഹത്തിന് രോഗമാണ് എന്ന വിവരം അറിഞ്ഞാൽ ആ രോഗാവസ്ഥയിൽ കഴിയുന്ന ആ ശിഷ്യനെ അവിടുന്ന് കാണാൻ പോവുകയാണ്. മരിച്ചു എന്നാണ് കേൾക്കുന്നതെങ്കിൽ ആ ജനാസ സംസ്കരണത്തിന് അവിടുന്ന് പങ്കെടുക്കുകയാണ്. ഇതാണ് ഒരു നേതാവും അനുയായികളും തമ്മിലുള്ള ബന്ധമെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ സ്വഭാവം നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നുമല്ല. ലോകത്ത് ഇത്രയധികം നേതാവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം വേറെ എവിടെയും കാണുകയില്ല. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയട്ടെ. തബൂക്ക് സമരം നടക്കുകയാണ്. തബൂക്ക് സമരം ഇസ്ലാമിലെ യുദ്ധങ്ങൾ എന്ന പദപ്രയോഗം പിന്നീട് ആരോ ഉണ്ടാക്കിയതാണ്. യുദ്ധമല്ല,
സമരങ്ങളാണ്. ഗസാ യഗ്സു, പുറപ്പെട്ടു, പുറപ്പാട്. ബദർ പുറപ്പാടാണ്, ഉഹുദ് പുറപ്പാടാണ്, ഖന്തഖ് പുറപ്പാടാണ്. ഇങ്ങോട്ട് എതിർക്കുന്ന ആളുകളെ പ്രതിരോധിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ടുള്ള പുറപ്പാടുകളാണ് ഇസ്ലാമിലെ സമരങ്ങൾ മുഴുവനും. ഇസ്ലാമിലെ സമരങ്ങൾ എങ്ങനെ കുറ്റം പറഞ്ഞ് അതിന്റെ പേരിൽ മുസ്ലിം സമൂഹത്തെ പഴിക്കാനോ ഭീകരത ആരോപിക്കുവാനോ ആർക്കും അവകാശമല്ല. ഒന്നാം സ്വാതന്ത്ര്യ സമരവും രണ്ടാം സ്വാതന്ത്ര്യ സമരവും ഒക്കെ ഇവിടെ നടന്നതാണ്. ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും ഇവിടെ നടന്നതാണ്. പഞ്ചപാണ്ഡവന്മാരും കൗരവന്മാരും എത്രയോ കാലം യുദ്ധം തന്നെ നടന്നതാണ്. യുദ്ധങ്ങളുടെ കഥ അയവിറക്കാനില്ലാത്ത ഒരു സമൂഹവുമില്ല, ഒരു രാഷ്ട്രവുമില്ല, ഒരു ലോകവുമില്ല. എങ്കിൽ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കാണുന്ന കഥകളെയും യുദ്ധങ്ങളെയും നോക്കി കുറ്റം പറയുന്നത് യാതൊരു അർത്ഥവുമില്ല. തബൂക്ക് സമരം നടക്കുന്ന സന്ദർഭം, തബൂക്കിലേക്കുള്ള പുറപ്പാട്, വല്ലാത്ത ചൂടുള്ള സമയമാണ്. കഠിനമായ ഉഷ്ണം, പട്ടിണി ഒരു ഭാഗത്ത്. ആ പട്ടിണിയും ഉഷ്ണവുമുള്ള സമയം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്കിലേക്ക് പുറപ്പെടുകയാണ്. തന്റെ അനുയായികൾ ക്ഷീണിതരാണ്, വളരെ വിഷമത്തിലാണ്. അവരിൽ ചില ആളുകൾ പറയുക തന്നെ ചെയ്തു, വിശ്വാസം പൂർണ്ണമാവാത്ത ചില ആളുകൾ പറഞ്ഞു, ഈ സമരം ഇത്രയും ഉഷ്ണമുള്ള സമയത്തായതുകൊണ്ട് ഞങ്ങളേതായാലും പോകുന്നില്ല. അതിന് മറുപടിയായി ഖുർആൻ പറഞ്ഞു, ഖുൽ നാറു ജഹന്നമ അസദ്ദു ഹർറാ. ഈ സമരത്തിലും പടച്ചവന്റെ മാർഗത്തിലും പുറപ്പെടാൻ നിങ്ങൾക്ക് മടി തോന്നുന്നുവെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒറ്റപ്പെടുത്തി നിങ്ങളൊക്കെ വീട്ടിൽ കഴിയാനാണ് ഭാവമെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ജഹന്നമെന്ന നരകം ഇവിടെയുള്ള ഈ ചൂടിനേക്കാൾ എത്രയോ കഠോരമാണ്. സമരത്തിന് വേണ്ടി എല്ലാവരും പോയി മദീനയിലെത്തി. മദീനയിൽ നിന്ന് 900 കിലോമീറ്റർ ദൂരെയുള്ള തബൂക്കിലേക്ക് എത്തുകയാണ്. അവിടെ എത്തിയ ഉടനെ ആ തബൂക്കിൽ നബി തങ്ങൾ നിൽക്കുമ്പോഴും അവിടുത്തെ ശ്രദ്ധ തന്റെ അനുചരന്മാരിലാണ്. ആ അനുയായികളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹത്തിന്റെ പേരിൽ ഇടയ്ക്കിടെ അനുയായികളെ അന്വേഷിക്കും. കഅബ് ഇബ്നു മാലിക്കിനെ അപ്പോഴാണ് അന്വേഷിച്ചത്. കഅബ് ഇബ്നു മാലിക് എവിടെ? പലരെയും അന്വേഷിച്ചു. ആ അന്വേഷണങ്ങളും വർത്തമാനങ്ങളും ചർച്ചകളും ഒക്കെ ആയ തബൂക്കിൽ നിൽക്കുന്ന സമയം മദീനയില്ലതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വഹാബി മരണപ്പെടുകയാണ്. ആ സ്വഹാബിയുടെ പേർ മുആവിയത്ത് ഇബ്നുൽ മുസ്നി. അദ്ദേഹമാണ് മരിക്കുന്നത്. ആ മരണപ്പെട്ട സന്ദർഭം അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മെസ്സേജ് ലഭിക്കുകയാണ്. എപ്പോഴും ആ നബിക്ക് ഇങ്ങനെ മെസ്സേജ് ലഭിക്കും. ഒരു പത്രമാഫീസിലെ ടെലക്സ് മെഷീൻ പോലെ പത്രാധിപർ ഉറങ്ങിയാലും പത്രാഫീസിൽ ആരില്ലെങ്കിലും മെസ്സേജ് അവിടെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മൊബൈൽ ഫോണിൽ മെസ്സേജ് വരുന്നത് പോലെ നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ ഉണരുമ്പോഴും നമ്മൾ ബാത്റൂമിലായാലും മെസ്സേജ് ഇങ്ങനെ വരും. പിന്നെ വന്നിങ്ങനെ നോക്കിയാൽ ഇന്നയാളെ വിളിച്ചു എന്നിങ്ങനെ അതിൽ വഹി വന്നത് കാണാം. എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ വഹി വരികയാണ്. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങിയാലും അവിടുന്ന് ഉണർച്ചയിൽ തന്നെയാണ്. അവിടുത്തേക്ക് ഉറക്കമുള്ള സമയത്തും ബുദ്ധിക്ക് പ്രവർത്തനം ഉണ്ട്, വഹി വന്നുകൊണ്ടിരിക്കും. അത്ര മഹത്വമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വരികയാണ്. ജിബ്രീൽ വന്നിട്ട് പറയുകയാണ്, അള്ളാഹുവിന്റെ ഹബീബായ നബിയെ, നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ശിഷ്യൻ മദീനയിൽ മരണപ്പെട്ടിട്ടുണ്ട്. ആ മരിച്ച സഹോദരന്റെ സമീപത്തേക്ക് പോകാൻ, ആ ജനാസ സംസ്കരണത്തിൽ പങ്കെടുക്കാൻ അങ്ങക്ക് താല്പര്യമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ തയ്യാറാവുകയാണ്. ഉടനെ വാഹനമെത്തി. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞാൽ ധാരാളം ചിറകുകളുള്ള മലക്കാണ്. ലോകത്തിന്റെ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് പോകാൻ ജിബ്രീൽ അലൈഹിസ്സലാമിന് കൂടുതൽ സമയം ആവശ്യമില്ല. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാഇ വമാ കുന്നാ മുൻസിലീൻ ഇൻ ഹിയ ഇല്ലാ സയ്ഹത്തുൻ വാഹിദ. സൂറത്ത് യാസീൻ അല്ലാഹു പറഞ്ഞല്ലോ, ഒരു ജനതയെ മൊത്തം നശിപ്പിക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചെറിയൊരു ശ്രമം മതി.
അത്ര ശക്തിയുള്ള ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയിലെത്തിച്ചു. മദീനയിലെത്തിക്കുകയാണ്. എത്തിച്ചപ്പോൾ ആ മയ്യത്ത്, ആ മരണപ്പെട്ട മുആവിയത്ത് ഇബ്നുൽ മുസ്നിയുടെ ഡെഡ് ബോഡി, ആ ജനാസ മദീനത്തെ പള്ളിയിലുണ്ട്. ജനാസ നിസ്കാരം നടത്തിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്തു നിൽക്കുക. 900 കിലോമീറ്റർ ദൂരെ നിന്നാണ് ഈ വരുന്നത്. അവിടെ എത്തി. സുബ്ഹാനല്ലാഹ്, ചെന്നു നോക്കുമ്പം പള്ളിയിൽ നിറയെ മലക്കുകളാണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും സഫിൽ മലക്കുകളാണ്. അതിന്റെ പിന്നിൽ മുഅ്മിനീങ്ങൾ വേറെയും. ആ നിസ്കാരത്തിന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നേതൃത്വം നൽകി നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞപ്പോൾ അനുയായികൾ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ഇത്രയും കൂടുതലുള്ള ഈ ബന്ധം എങ്ങനെ ഉണ്ടായി? ഈ മനുഷ്യനും നിങ്ങളും തമ്മിലുള്ള ബന്ധം എങ്ങനെയുണ്ടായി? ഇസ്ലാമിക സമൂഹത്തിന്റെ ആ ബന്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചരട്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനാണ്. ഖുർആൻ പാരായണം ഉണ്ടായാൽ, ഖുർആനുമായി ബന്ധമുണ്ടായാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹബ്ബത്ത് ഒരു വ്യക്തിയുടെ ഖൽബിലുണ്ടായാൽ, ആ ബന്ധത്തിന്റെ പേരിൽ ഒരു വ്യക്തിയും സമൂഹവും എപ്പോഴും കെട്ടുറപ്പിലും യോജിപ്പിലും ആയിരിക്കും. നമ്മൾ എവിടെയായിരുന്നാലും ശരി, ആ ബന്ധം അവിടെയെല്ലാം വന്ന് നമ്മെ രക്ഷിക്കും. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഈ മനുഷ്യൻ ആരാന്നറിയാമോ? ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു ഗുണം, കാന യുക്സിറു മിൻ സൂറത്തി ഖുൽ ഹുവല്ലാഹു അഹദ് ഖായിമൻ വജാലിസാ. നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാ സമയത്തും സൂറത്തുൽ ഇഖ്ലാസ് എന്ന അധ്യായം എപ്പോഴും പതിവാക്കുന്ന ആളായിരുന്നു ഈ മനുഷ്യൻ. ആ ഒരൊറ്റ കാരണം കൊണ്ട് സൂറത്തുൽ ഇഖ്ലാസിന്റെ പവറാണ്. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ആ ജനാസ സംസ്കരണത്തിൽ പങ്കെടുക്കാൻ എനിക്ക് സന്ദർഭമുണ്ടായതിന്റെ കാരണം ആ സൂറത്തുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേതാക്കളുമായി, ആലിമീങ്ങളുമായി, സയ്യിദുമാരുമായി നല്ല ബന്ധം സ്ഥാപിക്കണം. ഇസ്ലാമിക സമൂഹത്തിന്റെ ബന്ധം അങ്ങനെയാണ്. അതൊരു ദിവസമുള്ള ബന്ധമല്ല, 2 ദിവസമുള്ള ബന്ധമല്ല, എന്നും നിലനിൽക്കുന്ന ബന്ധമാണ്. കാരണം ഈ ബന്ധം ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി നിയുക്തരായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയേറെ നമുക്ക് വേണ്ടി, സമുദായത്തിന് വേണ്ടി ആ നബി കരഞ്ഞിട്ടുണ്ട്, അധ്വാനിച്ചിട്ടുണ്ട്. നാളെ മഹ്ശറ ലോകത്ത് എല്ലാവരും സ്വന്തം ശരീരത്തിന്റെ കാര്യം മാത്രം ആലോചിക്കുന്ന സന്ദർഭത്തിൽ നഫ്സി നഫ്സി എന്ന് എല്ലാവരും പറയുമ്പോൾ ഒരു നേതാവിന്റെ വായിൽ നിന്ന് വരുന്ന ശബ്ദം ഉമ്മത്തി, എന്റെ സമുദായം, എന്റെ സമുദായം എന്നിങ്ങനെ ആവർത്തിച്ചു പറയുകയും ആ സമുദായത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കഷ്ടപ്പാട് അനുഭവിച്ച നേതാവ് മദീനയിൽ വെച്ച് ആ മഹ്ശറ ലോകത്ത് വെച്ച് ആ സമുദായത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ഹദ്റത്തിൽ ശുപാർശ നടത്തുകയും ചെയ്യുമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള ആ ബന്ധം പോലെ നബിയുടെ കാലശേഷം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രന്മാരായ സന്താന പരമ്പരയായ അഹ്ലു ബൈത്തിനോട്, ആലിമീങ്ങളോട്, നേതാക്കളോട്, ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളായ ആളുകളോടും നല്ല ബന്ധം സ്ഥാപിക്കുകയും അവരെ സ്നേഹം സമ്പാദിക്കുകയും ചെയ്യാൻ ഇസ്ലാമിക സമൂഹം തയ്യാറാവണം. ഒന്നാമത് അതാണ് വേണ്ടത്. കാരണം നേതൃത്വമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുകയില്ല. ഒന്നോർത്തു നോക്കൂ, ഇതാ ഈ സ്റ്റേജിൽ നോക്കിയാൽ ഇവിടെയും നമുക്ക് നേതൃത്വമുണ്ട്. നമ്മളൊരു പള്ളിയിൽ പോയാൽ ആ പള്ളിയിലും നമുക്ക് നേതൃത്വമുണ്ട്. ആ പള്ളിയിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കുകയാണ്, നിസ്കരിക്കുകയാണ്. ആ വന്ന ആളുകളിൽ വെച്ച് ഏറ്റവും വിവരമുള്ള ആളാരാണോ, പണ്ഡിതനാരാണോ, ആ പണ്ഡിതനാണ് പ്രാർത്ഥിക്കുന്നത്. ആ പണ്ഡിതന്റെ പിന്നിലാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. അപ്പൊ അവിടെയും നമുക്ക് നേതൃത്വമുണ്ട്. ഇനി ഏത് സ്ഥലത്ത് നമ്മൾ എത്തിയാലും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേതൃത്വം നഷ്ടപ്പെടുന്ന ഒരു സന്ദർഭമില്ല. അപ്പോൾ ഇസ്ലാമിക സമൂഹത്തിന്റെ ഒന്നാമത്തെ ബാധ്യത നേതാവിനെ മനസ്സിലാക്കുകയും ആ നേതാവിനെ പിന്തുടരുകയും ആ നേതാവിന്റെ ഉപദേശങ്ങൾ പരിപൂർണമായി സ്വീകരിക്കുകയുമാണ് ഒന്നാമത്തെ ബാധ്യത.
രണ്ടാമത്, ഇസ്ലാമിക സമൂഹം പിന്നെ പ്രധാനമായി ഒരു കാര്യം ചെയ്യേണ്ടത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ അതൊരു കുടുംബമാണ്, ഒരൊറ്റ കുടുംബമാണ്. ആ കുടുംബത്തിന് നിറത്തിന്റെ വ്യത്യാസമില്ല, ആ കുടുംബത്തിന് നാടിന്റെ വ്യത്യാസമില്ല. ലോകത്ത് എവിടെയുള്ള മുസ്ലിമീങ്ങളും ഒരൊറ്റ കുടുംബമാണ്. ആ കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന് വല്ല അപകടവും സംഭവിച്ചാൽ മുസ്ലിമീങ്ങൾക്കെല്ലാം വേദനയുണ്ടാവണം. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു സഹോദരന് ഒരു വിഷമമുണ്ടായാൽ ആ വിഷമത്തെപ്പറ്റി നമ്മളെ ഉള്ളിൽ വേദനയുണ്ടാവണം. ഏതെങ്കിലും ഒരു മുസ്ലിമായ സഹോദരൻ ഇസ്ലാമിന്റെ മഹത്തായ പാതയിൽ നിന്ന് തെറിച്ചുപോയി എന്ന് തോന്നിയാൽ, കേട്ടാൽ നമ്മളെ കൽബ് വേദനിക്കണം. ആ വേദനയുടെ ഫലമായി ആ സഹോദരന്റെ തെറ്റുതിരുത്തണമെന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം. ഇതാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ബാധ്യത. സമുദായത്തിലെ മുഴുവൻ ആളുകളെയും പടച്ചവന്റെ മാർഗത്തിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള അങ്ങേയറ്റത്തൊരാഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ വേണം. അവനങ്ങ് നശിച്ചു പോയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ പാടില്ല. അവന് നിസ്കരിക്കുന്നില്ലെങ്കിൽ നിസ്കരിക്കണ്ട, ഞാൻ എന്റെ കാര്യം നോക്കിയാൽ പോരെ, അയാളെ കാര്യം ഞാൻ എന്തിനു നോക്കണം? സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞല്ലോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജനസമൂഹത്തെ വീണ്ടും 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 ഉപദേശിക്കുകയാണ്. ആ ഉപദേശം സ്വീകരിക്കാതെ ചില ആളുകൾ മാറിപ്പോയപ്പോൾ അവിടുത്തെ കൽബിലുണ്ടായ വേദന, ലഅല്ലക ബാഖിഉൻ നഫ്സക, നബിയെ അങ്ങയുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടാകും. ഇവര് വിശ്വസിക്കാത്തതിന്റെ പേരിൽ മനസ്സിന് വേദന ഉണ്ടാകും. എന്നാൽ അവിടുന്ന് ഈ ദഅവത്തിന്റെ പ്രവർത്തനം നിർത്താൻ പാടില്ല. സമുദായത്തിലെ അയൽക്കാരാവട്ടെ, കുടുംബത്തിൽപ്പെട്ടവരാവട്ടെ, അവരൊക്കെ നല്ലവരായിത്തീരണമെന്ന ഒരാഗ്രഹം മുസ്ലിമായ മനുഷ്യന്റെ കൽവിൽ ഉണ്ടായേ പറ്റൂ. അതെപ്പോ ഇല്ലാതായോ നമ്മുടെ സമൂഹത്തിന്റെ ഐക്യവും സമൂഹത്തിന്റെ ഭംഗിയും എല്ലാം കെട്ടടങ്ങിപ്പോകും. ഇസ്ലാമിക ചിന്താധാരയുടെ പുറത്തു നിൽക്കുന്ന ആളുകളെ പറ്റി പോലും നമ്മളെ വിചാരം എന്താണ്? പടച്ചവനെ, ഇത് അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണല്ലോ, ആ സൃഷ്ടിയിലേക്ക് ഞാൻ മെല്ലെ ഒരു പാലം ഇട്ട് കൊടുക്കട്ടെ, അവനെ മെല്ലെ ഇതിലേക്കൊന്ന് വിളിക്കട്ടെ എന്നൊരു ചിന്ത നമ്മളെ കൽബിൽ വേണം. അങ്ങനെയാണല്ലോ കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ നാടുകളിലുണ്ടായിരുന്ന വഅദ് പരിപാടികൾ. വലിയ വലിയ ഉസ്താദുമാര് വഅദ് പറയുമ്പോൾ, അന്ന് മൈക്കില്ല, മറ്റ് സൗകര്യമൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ പ്രസംഗിച്ചാൽ ആ പ്രസംഗം മുസ്ലിമീങ്ങൾ മാത്രമല്ല കേൾക്കുന്നത്, എല്ലാരെയും കേൾപ്പിക്കുന്ന പ്രസംഗങ്ങളാണ്. ആ പ്രസംഗം കേൾക്കുമ്പോൾ പ്രസംഗം കേൾക്കുന്ന ഇതര മതസ്ഥരായ ആളുകൾ ആ സ്റ്റേജിലേക്ക് വന്ന് കെലിമ ചൊല്ലിത്തരാൻ വേണ്ടി ആ ഗുരുവിനോട് അങ്ങോട്ട് അഭ്യർത്ഥിക്കുകയാണ്, എനിക്ക് കെലിമ ചൊല്ലിത്തരണം. അങ്ങനെ കെലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നവരുടെ മക്കളും അവരുടെ സന്താന പരമ്പരകളുമാണ് ഇന്ന് കൊണ്ടോട്ടിയിലും പരിസരത്തുമൊക്കെ പരിശുദ്ധ ദീനിന്റെ മഹത്തായ പതാകയും നെഞ്ചിലേറ്റിക്കൊണ്ട് ജീവിക്കുന്നത് എങ്കിൽ നമ്മൾ ഓർക്കണം, വലിയൊരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിന്റെ സന്ദേശം പുറംലോകത്ത് അറിയിക്കൽ പോലും ബാധ്യതയാണ് എങ്കിൽ അകത്ത് ഇതെത്രമാത്രം വ്യാപിപ്പിക്കണമെന്ന് ഗൗരവത്തോടെ നമ്മൾ വീണ്ടും വീണ്ടും ആലോചിക്കണം. അതിങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ അനുജനോട്, ജ്യേഷ്ഠനോട്, അമ്മാവനോട്, മാതാവിനോട്, പിതാവിനോട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നോക്കിയാൽ കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഇസ്ലാമിൽ വരാൻ മടിച്ചു. അബൂ ഹുറൈറയ്ക്ക് വേദനയായി. നമ്മളൊരു സഹോദരി, നമ്മളൊരു പെങ്ങള്, നമ്മൾ പറഞ്ഞിട്ടൊന്നും സമൂഹത്തിന്റെ, ഇസ്ലാമിക സമൂഹത്തിന്റെ അച്ചടക്കങ്ങളോ മര്യാദകളോ ഒന്നും അവള് പാലിക്കുന്നില്ല. നമ്മളൊരു മകള്, ഒരു മകൻ ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ടാ പോകുന്നത്. അത്തരം മക്കളെ എങ്ങനെയാണ് നന്നാക്കുക? അതിനെന്താണ് മാർഗം? അതിങ്ങനെ മുസ്ലിമായ മനുഷ്യൻ ആലോചിച്ചു കൊണ്ടിരിക്കണം. എന്നിട്ട് അവനെ ഏതുവരെ അവനെ നന്നാക്കിയെടുക്കുവാനുള്ള തന്ത്രങ്ങളെപ്പറ്റി അവനിങ്ങനെ ആലോചിക്കണം. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ഇതാ സൂറത്തുൽ കഹ്ഫ് എന്ന അധ്യായത്തിൽ ഒരു ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ജ്യേഷ്ഠൻ അനുജനെ ഉപദേശിക്കുന്ന വലിയൊരു ചരിത്രം പറഞ്ഞു തരികയാണ്. വദ്രിബ് ലഹും മസല റജുലൈനി,
ജഅൽനാ ലിഅഹദിഹിമാ ജന്നത്തൈനി മിൻ അഅനാബിൻ വഹഫഫ്നാഹുമാ ബിനഹ്ലിൻ വജഅൽനാ ബൈനഹുമാ സർആ. കഴിഞ്ഞ ദിവസം ഈ ഭാഗം കൂടുതൽ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഞാനതിന്റെ ചുരുക്കം ചില വിവരങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അബൂ സലമ എന്ന് പറയുന്ന ജ്യേഷ്ഠൻ സ്വന്തം അനുജനേതാ സന്മാർഗത്തിലേക്ക് വിളിക്കുകയാണ്. വളരെ ഗൗരവത്തോടെ ഓർത്തുകൊള്ളണം, ചില കുടുംബങ്ങളിലുള്ള ജ്യേഷ്ഠന്മാർ വലിയ മുതലാളിമാരായിരിക്കും, വലിയ പണക്കാരായിരിക്കും. ആ കുടുംബങ്ങളിലെ താഴെയുള്ള അനുജന്മാർ സാമ്പത്തികമായി വളരെ പിന്നിലായിരിക്കും. സാമ്പത്തികമായി കഴിവ് വർദ്ധിക്കുമ്പോൾ നിസ്കാരവുമില്ല, നോമ്പുമില്ല, പണമിങ്ങനെ വാരി എറിയുകയാണ്. അനുജനാകട്ടെ ഒരു വീടിന് തറകെട്ടാൻ പണമില്ലാതെ കഷ്ടപ്പെടുമ്പോൾ ജ്യേഷ്ഠൻ പണമിങ്ങനെ വാരി എറിയുകയാണ്. അത്തരം സാഹചര്യങ്ങളിൽ ആ ജ്യേഷ്ഠനെ ഉപദേശിക്കുവാനുള്ള ബാധ്യത അനുജനുണ്ട്. നേരെ പോയി ഉപദേശിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ഗുരുനാഥന്മാര് മുഖേന അല്ലെങ്കിൽ നല്ല സദസ്സുകളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട്, ദിക്ർ ഹൽഖകളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട്, നല്ല മഹാന്മാരായ ആളുകളുടെ സമീപത്ത് അവരെ കൊണ്ടുപോയി അവരുടെ ദുആയിൽ പങ്കെടുപ്പിച്ച് ഇവന്റെ മനസ്സ് മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ ആ കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾ ചെയ്യേണ്ടതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സ്വന്തം ഉമ്മയെപ്പറ്റി ഖൽബിൽ വേദനിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ നല്ലൊരു പരിഹാരം കാണുകയാണ്. ഞാൻ എൻ്റെ ഉമ്മയോട് പറഞ്ഞാലൊന്നും കാര്യമുണ്ടാവുകയില്ല, പക്ഷേ എന്നാലും ഒന്ന് പറഞ്ഞു നോക്കുക. പറഞ്ഞു. അബൂ ഹുറൈറക്ക് അടി കിട്ടുകയാണ്. നീ പോകുവെന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ ചെന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും പരിഹാരമുണ്ടാകുമല്ലോ. മുത്തുനബിയുടെ സമീപത്ത് ചെന്ന് അബൂ ഹുറൈറ സങ്കടം പറഞ്ഞപ്പോൾ ഒരൊറ്റ ദുആയാണ്, അല്ലാഹുമ്മ ഇഹ്ദി ഖൽബ ഉമ്മി അബീ ഹുറൈറ. അബൂ ഹുറൈറയുടെ ഉമ്മയുടെ ഖൽബിൽ നീ ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കണേ എന്ന് നബി തങ്ങൾ ദുആ ചെയ്യുകയാണ്. ആ ദുആക്ക് ആമീൻ പറഞ്ഞ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തിയപ്പോൾ വാതിൽ അടച്ചിരിക്കുന്നു. ഉമ്മ അകത്താണ്. അബൂ ഹുറൈറ പുറത്തിങ്ങനെ കാത്തു നിന്നു. ഉമ്മ എവിടെ എന്തെടുക്കുകയാണെന്ന് മനസ്സിലാകുന്നില്ല. വെള്ളത്തിന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു. ഒരു പക്ഷേ കുടിക്കുകയായിരിക്കാം. വാതിലിന് മുട്ടി വാതിൽ തുറന്നില്ല. അല്പം കഴിഞ്ഞ് വാതിൽ തുറന്നു നോക്കുമ്പോൾ ആ ഉമ്മ അതാ ശുദ്ധി വരുത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ച്, മോനെ, നിന്റെ പ്രസ്ഥാനത്തിൽ ഞാനും അംഗമായി ചേർന്നിരിക്കുന്നു എന്ന് അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. കുടുംബത്തിലുള്ള മാതാപിതാക്കളെയും ജ്യേഷ്ഠാനുജന്മാരെയും അമ്മാവന്മാരെയും ബന്ധുക്കളെയും അളിയന്മാരെയും ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഹക്കിന്റെ മാർഗത്തിലേക്ക് എത്തിക്കണമെന്നൊരു വിചാരം ഈ റമദാൻ മാസത്തിൽ പ്രത്യേകിച്ച് നമ്മളെ ഖൽബിൽ വേണം. അതാ അബൂ സലമ അനുജനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഒരു കാര്യം ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? അയാളുടെ സ്ഥിതി എന്താണ്? വലിയ തോട്ടത്തിന്റെ ഉടമയാണ്. വലിയ ഫ്ലാറ്റുകളുള്ള മുതലാളിമാർ ഈ സദസ്സിലുണ്ടായിരിക്കാം. ഒന്നും രണ്ടും മൊബൈല്. അതിങ്ങനെ വേണ്ടിയിട്ടും വേണ്ടാണ്ടും വർക്ക് ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാരായ കുട്ടികൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. അതേസമയം